കേരളത്തിലെ BJP-യിൽ സ്ഥിതിഗതികൾ ഭയങ്കര വഷളായിക്കൊണ്ടിരിക്കുന്നു. മുമ്പ് എങ്ങുമില്ലാത്ത വിധം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴൊക്കെ സാറിന് BJP-യിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി തന്നെ ഈ പണത്തെ ചൊല്ലിയുള്ള വിഷയങ്ങൾ വരാറുണ്ട്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാ തവണയും അവിടെ പ്രധാനമായി വരുന്നത് പണവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP-യുടെ സഖ്യകക്ഷികളായിട്ടുള്ള അവർക്കും പണം കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ BJP തന്നെ അവർക്കൊരു വിഹിതം കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ പല ആൾക്കാരും ഈ വരുന്നത് ഈ BJP-യുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന കാശ് വാങ്ങിച്ച് അവരെ കടങ്ങൾ തീർക്കാൻ വേണ്ടിയാണെന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാം. സ്ഥാനാർത്ഥിയാവുന്നത് അവനവൻ്റെ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് BJP-യുടെ. ഈ 150 സീറ്റ് നമ്മളെല്ലാം കണ്ട് BJP മാത്രമല്ല, അവരെ സഖ്യകക്ഷികൾ ചിലരേക്കാൾ നമുക്ക് തോന്നി ഇവരെ എന്ത് അടിസ്ഥാനത്തിൽ ഇവരൊക്കെ പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയെന്നുള്ളത്. ഈ ചക്ക പാർട്ടി എന്ന് പറഞ്ഞ് കുറേ പേരെ കൂടെ നിർത്തിയിരുന്നല്ലോ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ ഒന്ന് രണ്ട് ആൾക്കാർ, CPI-യുടെ ഒരു പ്രമുഖ നേതാവ് തിരുവനന്തപുരത്ത് വരെ ചെന്നു, കുടുംബസമേതമാണ് ചെന്നു. അദ്ദേഹത്തിന് അടൂര് BJP സ്ഥാനാർത്ഥിയാക്കാം. അതിന് അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു വൻ തുകയായിരുന്നു. ആ തുക കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സ്ഥാനാർത്ഥിയാവൂ. CPI-യുടെ നല്ലൊരു നേതാവാണ്. അത് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ സ്ഥാനാർത്ഥിയാവൂ, ഇല്ലെങ്കിൽ ഈ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞാൽ ശരി, ഈ തുകയൊന്നും തരാൻ പറ്റുകയില്ല, ഞങ്ങൾ തരുന്നത് വേണേൽ മേടിച്ചായിരിക്കാം, അതുപോലെ ഞാൻ ആവശ്യപ്പെടുന്ന അത്രയും കിട്ടണം. അവർ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു വിട്ടു. എന്നിട്ട് അവരവിടുത്തെ K. പ്രതാപൻ എന്ന് പറയുന്ന ആളെ അനിയനെ അവർ സ്ഥാനാർത്ഥി. അപ്പം ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. ഈ ഫണ്ട് മുഴുവൻ BJP-ക്കുള്ളിൽ തന്നെ അടിച്ചു മാറ്റാൻ പറ്റും. അത് ഭീകരമായ വാർത്തകളാണല്ലോ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. അവിടുത്തെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്ത്, നമ്മളെ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫണ്ട് അടിച്ചു മാറ്റിയ ഒരു സംസ്ഥാന നേതാവ് എറണാകുളം നെടുമ്പാശ്ശേരി തിരുനായത്തോട് ശിവനാരായണ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക വഴിപാട് നടത്തി. ശത്രുസംഹാര പൂജയാണ്. ആ ശത്രുസംഹാര പൂജയുടെ രസം എന്താണെന്ന് ചോദിച്ചാൽ, അവിടത്തേക്ക് ഒരു ലോഡ് പയർ അങ്ങ് സമർപ്പിച്ചു. ഒരു ലോഡ് പയർ ഈ ഉണക്കപ്പയറാണോ അതോ നമ്മുടെ പച്ചയുള്ള ചെറുപയറായിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായി കാണുന്ന ആലോചിച്ച് നോക്കും. ലോഡ് ചെറുപയറിന് നല്ല വിലയാണല്ലോ, നമുക്കറിയാമല്ലോ. അടിച്ചു മാറ്റിയ പണം കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതോ ഏതെങ്കിലും മുതലാളിയെ കൊണ്ട് സ്പോൺസർ ചെയ്തതാണോ നമ്മൾ അന്വേഷിക്കണം എറണാകുളത്ത്. അതെ. അപ്പോൾ ഈ തിരുനായത്തോടിന് ഒരു ചരിത്രമുണ്ട്. ഇത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് പണിതാണ്. അതായത് ചേരമാൻ പെരുമാളിൻ്റെ ഗുരുനാഥൻ അയാൾ മരിച്ചു പോവുകയും പിന്നീട് ഒരു നായയായി ജന്മം എടുക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ നായയെ, ഈ ഗുരുനാഥൻ പുനർജന്മത്തിൽ വന്ന നായയെ ഈ ചേരമാൻ പെരുമാൾ അബദ്ധത്തിൽ കൊല്ലുന്നു. അപ്പോൾ കൊല്ലുന്നതിൻ്റെ അതിനെ തുടർന്നാണ് ഈ ക്ഷേത്രം അദ്ദേഹം നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ശിവനും വിഷ്ണുവും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കൊടിമരങ്ങളുണ്ട്. അതിൽ ഒരു വിഗ്രഹത്തിലേക്ക് 2 ചൈതന്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ നമ്മുടെ ശങ്കരാചാര്യൻ തൻ്റെ മാതാവിനെയും കൂട്ടി വന്ന് ദർശനം നടത്തിയിരുന്നതായിട്ടൊക്കെ പറയുന്ന ഒരു ഐതിഹ്യമുള്ള ക്ഷേത്രമാണ്. ഇതിന് 2 കൊടിമരം ഉണ്ടെന്നുള്ളത് സത്യമാണ്. ഇവിടെ ധാരാളം വിശ്വാസികൾ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. അവിടുത്തെ ശത്രുസംഹാര പൂജയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ BJP നേതാവ് അവിടെ എത്തിയതെന്നും പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇതല്ല, ഈ ഒരു ലോഡ് പയർ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുള്ളതാണ്. ഇത് ലേലം ചെയ്ത് വയ്ക്കും. കാരണം ഒരു ലോഡ് പയർ എന്ന് ചില്ലറ കാര്യമല്ലല്ലോ. നമുക്കറിയാം, ഒരു ലോറിയിൽ ഒരു ലോഡ് കൊണ്ടുപോകുക എന്ന് പറയുന്നാൽ ഇത് മുഴുവൻ അമ്പലത്തിലിട്ട് ലേലം ചെയ്ത് കൊടുക്കുമോ, അതോ ഇവർ അവിടെ നിന്ന് ഈ പൂജ നടത്താൻ വന്നവരെ വാങ്ങിക്കൊണ്ട് തിരിച്ചു പോയി കാണോ, പ്രതീകാത്മാർ ഒരു ചാക്കെടുത്ത് കൊടുത്തിട്ട് ബാക്കി മുഴുവൻ കൊണ്ടുപോയി കാണോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ ബേദറാണ്. ദേവസ്വം ബോർഡിൻ്റെ പ്രധാന അമ്പലങ്ങളിൽ നടക്കുന്ന പരിപാടി അറിയാമല്ലോ. ആൾക്കാർ വന്നിട്ട് പിന്നെ ഇഷ്ടംപോലെ സാമ്പ്രാണി, വിളക്കെണ്ണ, വിളക്കുത്തിരി, കർപ്പൂരം, എന്തൊക്കെ വേണോ ഒരു കൊട്ടയ്ക്കകത്താക്കി അങ്ങോട്ട് ശ്രീകോവിലിൽ കൊണ്ടു കൊടുക്കും. ഈ ആൾക്കാരങ്ങോട്ട് പോകുന്ന പറയും ഇത് ശ്രീകോവിലിൻ്റെ പുറകെ കൂടെ ഇറങ്ങിയിട്ട് നേരെ ഫ്രണ്ടിലുള്ള കടയെ കൊണ്ട് വീണ്ടും വയ്ക്കും. ഇതേ സാധനം വീണ്ടും പിറക്കി വയ്ക്കും. അതായത് ഇതിന് എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത സാധനത്തിന് വളരെ നല്ലതാണ്. ഇതുപോലെ ചില ക്ഷേത്രങ്ങളിൽ ഈ കോഴിയെ പറത്തുന്ന പരിപാടിയാണ്. വർഷങ്ങളായിട്ട് ഒരേ കോഴിയെ തന്നെ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. അതുപോലെ ഈ മഞ്ചാടി വാരി വരുന്നത്, ഇതിൻ്റെ എല്ലാം പേരിൽ കച്ചവടമാണ് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പയറിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്തായാലും പയർ കൊടുത്ത നേതാവ് നന്നായി അടിച്ചു മാറ്റിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും കാശ് വേണ്ടേ. അപ്പോൾ ഈ നന്നായിട്ട് അടിച്ചു മാറ്റി എന്ന് മാത്രമല്ല, വലിയ ആഡംബര വാഹനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതിലാണ് ചെന്നിരിക്കുന്നത്. ഇപ്പം ഇന്ന് ഈ മെട്രോ വാർത്ത എന്ന് പറയുന്ന ദിനപത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. അവരാണ് ഇത്തരം വാർത്തകൾ പലതും ആദ്യമേ പുറത്ത് വിടാറുള്ളത്. അതായത് പണ്ട്
എറണാകുളത്ത് ഒരു MLA-യുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തും അവർ തന്നെയാണ്. പിന്നീട് അവരത് അങ്ങനെ അല്ലെന്ന് വരുത്തി തീർക്കാൻ CPM കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഇപ്പോഴും ആ 2 വ്യക്തികൾ എന്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിനടിയിൽ വന്ന് ഇത് സംബന്ധമായിട്ടുള്ള കമൻറ്റുകളാണ് ചെയ്യുന്നത്. അത് കാരണം ഇപ്പം അതിൽ ആരോപണ വിധേയമായിട്ടുള്ള സ്ത്രീ അവരിപ്പോൾ കമൻ്റ് ഇടുന്നത് അല്ല പോസ്റ്റ് ഇടുന്നത് പോലും നിർത്തി വച്ചിരിക്കുകയാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അതുപോലെയാണ് ഇത് BJP-യുടെ ഈ വിഷയത്തിൽ വന്ന് ഒരു വനിതാ നേതാവ് ഏതാണ്ട് 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ 55 ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടു എന്നാണ് പറയപ്പെടുന്നത്. അതിൽ പറയുന്ന വാർത്ത അനുസരിച്ചാണ്. ഈ മധ്യ തിരുവിതാംകൂറിലെ ഒരു നേതാവ് ഈ അടുത്ത കാലത്തെങ്ങാണ്ട് BJP-യിലോട്ട് വന്ന ആളാണ്, ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് വന്ന ആളാണ്. അദ്ദേഹത്തിനും കിട്ടി നല്ല ഭേഷായിട്ട് കാശ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഏതാണ്ട് സ്ഥലം വാങ്ങൂ, ഏതാണ്ട് ഇത് വേറൊരാൾ തിരുമല കേന്ദ്രം തുടങ്ങിയെന്നാണ്, തിരുമു കേന്ദ്രം തുടങ്ങിയെന്നും സ്പാ എന്ന് പറഞ്ഞാൽ സ്പാ എന്നും പറഞ്ഞ് അവിടെ ആലപ്പുഴ ജില്ലയിൽ എവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്തായാലും വളരെ വിചിത്രവും രസകരമായ വാർത്തകളാണ് BJP തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വന്തം കച്ചവടം നടത്താനുള്ള ഏറ്റവും നല്ല കേന്ദ്രമായി നമ്മുടെ സാറിന് CPM-നാണ് ഇപ്പോഴും പറയാറുണ്ടായിരുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ. പക്ഷേ അവരെ കടത്തിവെട്ടിക്കൊണ്ടാണ് ഇവർ ഇത്രയും വലിയ പരിപാടി നടത്തിയിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റിന്റെ വിശ്വസ്തരായിട്ട് നടിച്ചു നിന്ന ആൾക്കാരാണ് ഇത് മുഴുവൻ പൈസയുമായിട്ട് പോയത്. അത് കാരണം സംസ്ഥാന പ്രസിഡന്റിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല പ്രൊഫഷണലായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നല്ല 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 വ്യക്തിത്വമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്ര പരിതനായിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു അതിൻ്റെ പരിമിതി. ഇതിന് വേറെ എല്ലാ കഴിവുകളും ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര കൃത്യമായ ഒരു ധാരണ ലഭിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ തൻ്റെ അനുയായികളെ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം ആ കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ട് BJP വളരുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഇതാണ്. BJP-യിൽ വരുന്ന ഈ നേതാക്കളിൽ മിക്ക ആൾക്കാർക്കും ലക്ഷ്യം ഇതുപോലത്തെ തെരഞ്ഞെടുപ്പുകളും ഇതിലൂടെ കിട്ടാവുന്ന പണവുമാണ്. നമ്മൾ കേട്ട അഴിമതിയുടെ ഈ BJP-യിലെ അഴിമതിയുടെ കഥ കേട്ട് നമ്മൾ ഞെട്ടിയില്ല കഴിഞ്ഞ ദിവസം. അതെ, 136 മണിക്കൂർ ഹെലികോപ്റ്റർ പറന്നതായിട്ട് രേഖകൾ ഉണ്ടാക്കി, വൗച്ചർ ഉണ്ടാക്കി. പക്ഷേ യഥാർത്ഥത്തിൽ പോയത് 42 മണിക്കൂർ മാത്രം. അപ്പോൾ ബാക്കി ഇതിൻ്റെ പൈസ ഇവർ അടിച്ചു. മാത്രമല്ല വേറൊരു തുണി വാങ്ങിച്ചിട്ട് കൊടി ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കൊടിയുടെ ബില്ലോട് കൊടുത്തതിന് പലചന കടയുള്ളതാണ്. അത് 3 ലക്ഷം രൂപ കണ്ടാണ് ആ വഴിക്ക് അടിച്ചു മാറ്റിയത്. അങ്ങനെ നിരവധി തട്ടിപ്പുകൾ ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകത്തെല്ലാം സംസ്ഥാന നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. അങ്ങനെയാണ് 3 പേരെ ഈ BJP-യിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വാർത്ത വന്ന്. ആദ്യം ആ വാർത്ത വന്നപ്പോൾ അതിനൊപ്പം ഒരു രേഖയുണ്ടാക്കി. അതേ സെയിം സംഭവം തന്നെയായിരുന്നു. BJP-യുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇറങ്ങിയ രേഖയായിരുന്നു. അതാരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവർ AI-യിലിട്ട് ഇച്ചിരി സ്പെല്ലിങ്ങും ഒക്കെ തെറ്റിച്ച് കളറും ഒക്കെ ഒന്ന് മാറ്റി പുറത്തോട്ടിട്ടെങ്കിലും അതിൻ്റെ ഫയൽ നമ്പരും ഡേറ്റും ഒപ്പും എല്ലാം കറക്റ്റായിരുന്നു. അങ്ങനെ ആദ്യം ഇവർ പ്രതിരോധിച്ചെങ്കിലും പിന്നീട് ഈ നടപടി പുറത്തിറങ്ങിയപ്പോൾ കറക്റ്റ് അതെ തള്ളിക്കളയാതിരിക്കാൻ സാധിക്കാതെ. ഏതായാലും ഇത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇന്റലിജൻസ് ബ്യൂറോയും എല്ലാവിധ രഹസ്യ അന്വേഷണ സംവിധാനങ്ങളും കൈവശമുള്ള ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് ഇമ്മാതിരി പൈസ അടിച്ച് മാറ്റിക്കൊണ്ട് പോയി. മാത്രമല്ല നമ്മൾ ആലോചിക്കും, നമ്മൾ ആഡംബര കാറൊക്കെ വാങ്ങിക്കാൻ പോയല്ലേ പിറ്റേന്ന് ഇൻകം ടാക്സ് ആരും വീട്ടിൽ വരുമല്ലേ? അത് വരും. മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ചറിയാം, പണ്ട് ഇവിടെ ഏതാ ഒരു കോളേജിന് പൈസ വാങ്ങി മെഡിക്കൽ കോളേജിന്റെ കാരക്കോണത്ത് അതിന്റെ പേരിൽ നേതാക്കന്മാരൊക്കെ കുറെ നാൾ വെളിയിൽ നിൽക്കേണ്ടി. പിന്നീട് മെഡിക്കൽ കോളേജ് അപ്പോൾ അതിന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായി. പിന്നീട് നമ്മുടെ ഈ കുഴൽപ്പണ കേസ് വന്നില്ലേ? കുഴൽപ്പണ കേസ് എല്ലാം പണമാണ്. കാരണം BJP-യുടെ കയ്യിൽ ഇഷ്ടം പോലെ ഫണ്ടുണ്ട്. ഈ ഫണ്ടുകൾ മാത്രം ലക്ഷ്യമിട്ട് BJP-യിൽ ചേർന്ന ആൾക്കാരും ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് അടിച്ചു വീട്ടിൽ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് ഓർത്ത് ഇത് സ്ഥാനാർത്ഥി ആയാലും പാർട്ടി നല്ല പൈസ കൊടുക്കും, അതിൽ നിന്ന് ഒരു വിധം അടിച്ചു മാറ്റാം, പിന്നെ പിരിക്കാം. അല്ല, ഇതിനെല്ലാം ഒരു മേൽനോട്ടത്തിന് ഒരാൾ കാണണ്ടേ? അതാണ് അങ്ങനെ. ഇപ്പൊ ഇന്നലെ V മുരളീധരനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം ഞാൻ ഈ നാട്ടുകാരനല്ലാത്ത രീതിയിലാണ് സംസാരിക്കുക. ആണോ, അങ്ങനെയാണോ? ഞാൻ കേട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞ് അപകസിച്ചൊക്കെ സംസാരിക്കും. ഇപ്പോൾ കംബോഡിയയിലോ മറ്റു വിദേശകാര്യ മന്ത്രിയല്ലേ മോൻ? അദ്ദേഹം കംബോഡിയയിലോ ഉഗാണ്ടയിലോ മറ്റോ ആയിരിക്കും ഇപ്പം താമസിക്കുന്നത്, കേരളത്തിലായിരിക്കില്ല. അതാണ് കാര്യം. വാർത്താവിനിമയ സംവിധാനങ്ങളില്ലാത്ത ഗ്രാമത്തിലായിരിക്കും. എന്താണെങ്കിലും BJP ഇലക്ഷൻ കഴിഞ്ഞോടെ 3 സീറ്റ് കിട്ടിയെങ്കിലും 3 സീറ്റ് ആയിരുന്നില്ല സത്യത്തിൽ കിട്ടേണ്ടത്. കൂടുതൽ സീറ്റ് കിട്ടേണ്ടതായിരുന്നു. മണിക്കണക്കിന് എവിടെയെല്ലാം കച്ചവടം നടത്തിയിട്ടുണ്ടെന്നുള്ളത് അവിടെ ഈ 3 സീറ്റ് കിട്ടി. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ നിൽക്കേണ്ട സമയത്താണ് ഇപ്പോൾ ഈ ഫണ്ട് വിവാദം. അതുകൊണ്ട് 12 കോടിയോളം രൂപ വെട്ടിച്ചിട്ടുണ്ടെന്നാണ്. അല്ല, ഇത് നമ്മൾ വേറെ നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻ. നമ്മൾ പിണറായി 10 വർഷത്തെ ദുർഭരണം നടത്തി അടിച്ചോടിച്ചു.
പക്ഷേ ഇപ്പം വന്ന അടുത്ത PD സതീശൻ സർക്കാരും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഇല്ലാതെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി മൂന്നാമത് ഒരു ഓപ്ഷൻ സാധ്യത ഉണ്ടായിരുന്ന BJP-കാരാണ്. അവർക്ക് ഭരണം പോലും ഇല്ലായിരുന്നിട്ട് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊരു ചോദ്യമുണ്ട്. അതെ, എന്താണെങ്കിലും BJP-യുടെ ഒരു വിഭാഗം ഇതിന് ഈ വാർത്തയ്ക്ക് വേണ്ടത്ര പ്രചാരം കൊടുക്കുമ്പോൾ മറുവിഭാഗം ഇത് ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല BJP-യിൽ നമുക്കറിയാം പഴയ തലമുറയപ്പെട്ട ആളല്ലേ, എത്രയോ പേര് KG-മാരുടെ പുറത്ത് എത്ര ലളിത ജീവിതം നയിച്ചിരുന്നത് CK പത്മനാഭൻ എല്ലാവരും. പക്ഷെ അവരുടെയൊക്കെ ഓർമ്മകളെ പോലും കളിയാക്കുന്ന രീതിയിലാണ് ഇതുപോലെ. മാത്രമല്ല ഇത് നമുക്ക് എന്താണ് കുറെ പുത്തൻ കൂട്ടുകാരാണ്, പുതിയ ആളാണ് ഇതിന് ഈ പൈസ എല്ലാം അടിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് പോലെ BJP ഉള്ളവരൊന്നും അതല്ലേ പറഞ്ഞ ഇതിലേക്ക് വന്ന് സമീപ ഭാവിയിൽ വന്ന് ചേർന്നവർ വരെ പൈസ ഒഴിച്ചുകൊണ്ട് പോയി. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നവർക്കൊന്നും ഈ പ്രശ്നമില്ല. ഈ വെളിയിൽ നിന്ന് ഈ എപ്പോഴോ ഏതോ കാലത്ത് വന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര സ്വീകരണമാണ്, അവരാണ് ഈ ഫണ്ടും ഒക്കെ ആയിട്ട് പോകുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ട്. മാത്രമല്ല വേറെ വിചിത്രമായ കാര്യം ഞാൻ കാണുന്നത്, കുറേ വർഷങ്ങളായി ഒരു പ്രമുഖൻ BJP-യിൽ ചേരുന്നു വലിയ വാർത്ത വരുന്നു, അയാൾ അവർ ഷോൾ അണിയിക്കുന്ന ഫോട്ടോ വരുന്നു, പിന്നെ ഇല്ല. ഇയാൾ ആ പാർട്ടി തന്നെ ഉണ്ടോ, അയാൾ ഇട്ടിട്ട് പോയോ, അത് വല്ല പ്രമുഖരാണ് ചേർന്നത്. ഇവർക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് ചേർക്കുന്നതെന്നാണ് പറയുന്നത്. ആരോപണം. അത് ഈ ഇലക്ഷൻ സമയത്ത് ചേരുവാണെങ്കിൽ അതിനുള്ള ചെലവിൻ്റെ വകുപ്പിൽ ഇതങ്ങ് കൊടുക്കാം. അതായിരിക്കും സംഭവിക്കുന്നത്. എന്താണെങ്കിലും വലിയ നാണക്കേടാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ. രാജീവ് ചന്ദ്രശേഖർ വിദേശത്താണെന്ന് തോന്നുന്നത്. എത്തിയാൽ അടിയന്തരമായി ഒരു നടപടി സ്വീകരിക്കുകയും ഒപ്പം കേന്ദ്ര നേതൃത്വം ഇതിൽ ഇടപെട്ട് ഇത് ഇങ്ങനെ തട്ടിപ്പ് നടത്തിയവരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണം. പാർട്ടി പുറത്തേക്ക് അവരത് കൊണ്ടുപോയി CPM-ലോ കോൺഗ്രസിലോ ചേരും. കാരണം ഇഷ്ടംപോലെ കാശുണ്ട് കയ്യിൽ, ഇവിടെ നിന്ന് കൊണ്ടുപോയത്. അതല്ലാതെ എങ്ങനെ അവരെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അന്വേഷിക്കണം.